എൻ്റെ പേര് ഐശ്വര്യ. അപ്പം എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി Q&A കേട്ടോ. അത് വെയിറ്റ് ഗെയിനിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ ഇട്ട ഫസ്റ്റ് ഒരു വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആയിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന കമൻസ് പലതും പലരും ഇപ്പോഴത്തെ വീഡിയോൻ്റെ അടിയിലും കമൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പലർക്കും ഞാൻ കമൻസിലൂടെ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ കുറേയൊക്കെ ഒതുക്കാണ്. ഞാനിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്ത് ആവും. അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, ഒരു വുഡൻ ടച്ചാണ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ എന്തോ ഈ വൈറ്റും വുഡും കൂടി ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് ഇട്ടാട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പലരും റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ്. അവർക്ക് പലർക്കും ഞാൻ കമൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു Q&A പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു കുറേ കഴിഞ്ഞിട്ട് ചെയ്യാം, അതാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ പലരും പല വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റൊരു വീഡിയോയിൽ അതൊക്കെ ഒതുക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഒരു 10 എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരാൾ തന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരാൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനൊക്കെ തന്നെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ വെച്ച് എൻ്റെ ഹൈറ്റും വെയ്റ്റും. ഇപ്പം ഇന്ന് 7/7/2025. സോ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെ പറയാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഹൈറ്റ് വന്നിട്ട് 162, വെയ്റ്റ് വന്നിട്ട് 42.75 ആട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹൈറ്റും വെയ്റ്റും. എനിക്ക് ഞാൻ BMI വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 48 വേണമെന്നാണ് പറയണത്. അതായത് ഇനിയൊരു 5.9 kg ആയിട്ട് ഗെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഗെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ 3 ആൾക്കാർ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണിത്. ഞാൻ എത്ര നാളെടുത്തു വെയിറ്റ് ഗെയിൻ ചെയ്യാൻ? ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ ഡേറ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഇതിലൊന്നും കൂടി പറയാം. ഞാൻ എത്ര നാളെടുത്തു എന്ന് വെച്ചാൽ, ഞാൻ 2024 ജനുവരി 16, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 16 തോന്നുന്നു ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ഉറപ്പിച്ച് ചെയ്തത്. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല കേട്ടോ. ഞാൻ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറിനെ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ തോന്നുന്നു 4-5 ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വൈറ്റ് ഡിസ്ചാർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഒട്ടും ഫുഡ് കഴിക്കാതെ ആയപ്പം അമ്മ ഡോക്ടറൊക്കെ കാണിച്ചു. അങ്ങനെ ഡോക്ടർമാർ എല്ലാവരും എന്നെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. എന്നിട്ട് എന്നോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് PCOD, PCOS, തൈറോയിഡും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വൈറ്റ് ഡിസ്ചാർജും അതിനുള്ള മരുന്ന് തന്നിരുന്നു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞ എരിവ്, പുളി, അതേപോലെ തന്നെ ജങ്ക് ഫുഡ്, കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത് എന്നായിരുന്നു. പക്ഷെ ഗൈസ്, ഞാൻ ആകെ പാല്, തൈര് ഇത് ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉപ്പിലിട്ട് എനിക്കിഷ്ടമല്ല, അച്ചാറൊക്കെ ഇഷ്ടമല്ല, മിക്സർ ഇഷ്ടമല്ല, ബേക്കറി ഇഷ്ടമല്ല. ഞാൻ കൊക്കക്കോളൊക്കെ കുടിച്ചിട്ട് ഏകദേശം 15 വർഷം എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ സാധനം തൊടലില്ല, എനിക്കിഷ്ടമല്ല. ഇതൊന്നും ഞാൻ കുടിക്കാറില്ല. എന്നിട്ടും എനിക്ക് വൈറ്റ് ഡിസ്ചാർജ്, ഞാൻ ഡോക്ടർ ഇങ്ങനെ ചോദിക്കും, ഇപ്പം ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ അതൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഇത് നോർമലാണ്, ഈ സാധനം കുറച്ചാൽ ഇത് മാറിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനതൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറയ്ക്കാനാ. അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. മരുന്ന് കഴിച്ച ടൈമിൽ എനിക്ക് കുറയുമായിരുന്നു. പക്ഷേ മരുന്ന് കഴിഞ്ഞാൽ പിന്നെയും എനിക്കിത് സ്റ്റാർട്ട് ചെയ്യും. അതിന് റെഗുലറായിട്ടല്ല, ഇടവിട്ടിട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ അത് നോക്കണ്ട, തടിക്കാനുള്ള എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ,
എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫൈബറും കാൽഷ്യം ഈ സാധനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് തടിക്കും. അതാണ് ഞാൻ തടി കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ മറ്റേ കുറേ ജങ്ക് ഫുഡ് കഴിച്ച് കുറച്ച് ഉരുണ്ട് നിൽക്കാനല്ല. ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊന്നും പുഷ്ടിപ്പെടും, ഇല്ലെങ്കിൽ ഒന്ന് നന്നാവും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വെയിറ്റ് ഗെയിൻ ട്രെയിൻ ചെയ്തു. സോ ഫസ്റ്റത്തെ 2 വീക്സ് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. ഞാൻ കുറേ ഫുഡ് കഴിക്കുന്നു. കുറേ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ നേരത്ത് വയർ ഫുള്ളാവുമായിരുന്നു. പക്ഷെ എനിക്ക് 2 വീക്സായിട്ടും ഇങ്ങനെ, അതായത് ഗ്രാമിലൊക്കെ ചെറിയ എന്തെങ്കിലും മാറ്റം അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി ആയപ്പോഴാണ് ഞാൻ ഗെയിൻ ചെയ്ത് തുടങ്ങിയത്. അതൊരു മാർച്ച് ഒരു പകുതി ആകുമ്പോഴത്തേന് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ 45-ൻ്റെ അടുത്തുണ്ടായിരുന്നു. അതായത് 39 40 അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയായിരുന്നു. അതുകൊണ്ട് 40 കൂട്ടാം, 40 to 45 5 കിലോ കൂടിയിട്ടുള്ളൂ. എനിക്ക് 1.5 മാസം എടുത്തത്. അത് ഫസ്റ്റത്തെ ശരിക്കും എന്താ പറയുക, ഫസ്റ്റത്തെ 2 ആഴ്ച റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ആ 2 ആഴ്ച ഞാൻ കൂട്ടുന്നില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ 1.5 മാസം കൊണ്ട് 5 കിലോ കൂടി എന്ന് വിചാരിച്ച് എല്ലാവരും 1.5 മാസം എടുക്കണം നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 2 മാസം നേരം നമുക്കതും കൂട്ടാം. കാരണം എല്ലാവരുടെ ബോഡി ടൈപ്പും ഒരുപോലെയല്ല. എല്ലാവരുടെ ഇപ്പം ഫുഡ് കഴിക്കുന്ന റൊട്ടീനായാലും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. വർക്കൗട്ട് ചെയ്തപ്പോട്ടോ എനിക്ക് റിസൾട്ട് കുറച്ചും കൂടി വിസിബിൾ ആയത്. സോ 2 മാസം കൊണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന റൊട്ടീൻസും ഞാൻ ചെയ്ത കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 മന്ത് നമുക്കതവിടെ വെക്കാം, അല്ലെങ്കിൽ ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3ാമത്താണ്. ഞാൻ എത്ര വെയിറ്റ് വരെ ഗെയിൻ ചെയ്തു? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 5 കിലോ. ജിമ്മിൽ പോയിരുന്നു, ഇത് നോക്കണ്ട കേട്ടോ. ജിമ്മിൽ പോയിരുന്നു? യെസ്, അല്ല നോ, പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജിമ്മിൽ കൊടുക്കുന്ന പൈസ കൊണ്ട് ഫുഡ് വാങ്ങി കഴിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. ജിമ്മിൽ പോകാൻ എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം പലരുടെ ലെഗ് ഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചങ്കിടിക്കും. അതുകൊണ്ട് ഞാൻ ജിമ്മിലൊന്നും പോയിരുന്നില്ല. പിന്നെ ഇതന്നെ ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഗെയിൻ്റെ വർക്കൗട്ട് വീഡിയോ ചെയ്യുമെന്ന്. ഗൈസ്, എനിക്ക് വർക്കൗട്ട് വീഡിയോ ചെയ്യുന്നത് ഞാനിട്ടാൽ അത് വല്ല ജിം ട്രെയിനേഴ്സ് കണ്ട വീട്ടിൽ വന്ന് എന്നെ തല്ലും. അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന വർക്കൗട്ട്സ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, വർക്കൗട്ട് ചെയ്യലുണ്ടോ? യെസ്, ഞാൻ വർക്കൗട്ട് ചെയ്യലുണ്ടായിരുന്നു. എങ്ങനെയാണ് വർക്കൗട്ട്, ഏതൊക്കെ വർക്കൗട്ട്സാണ് ചെയ്തിരുന്നത് അത് ഞാൻ പറഞ്ഞുതരാമെന്ന്. പിന്നെ വെയിറ്റ് ഗെയിൻ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതായത് വെയിറ്റ് ഗെയിന് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ മസ്റ്റല്ല, വാങ്ങിച്ചാൽ ബെറ്റർ. അതായത് നമുക്ക് എല്ലാത്തിനും ഒരു കണക്ക് കാര്യങ്ങൾ വെക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു പെർഫെക്റ്റ് ആക്കാനും ഒരു എന്താ പറയുക, ഒരു ഷെഡ്യൂൾഡ് ആക്കാനും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങണം നിർബന്ധമില്ല. ഞാൻ ആകെ വാങ്ങിയ വെയിറ്റ് മെഷീനായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെന്താ മറ്റേ ഡംബിൾസ് 10 kg വാങ്ങിച്ചു. പിന്നെ പുഷപ്പിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, പുഷപ്പ് ചെയ്യുന്നൊരു എന്തോ ഒരു ബോർഡ്, അതും വാങ്ങിച്ചു. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല. ഞാൻ വെയിറ്റ് ഗെയിന് ഡംബിൾസിന് പകരം 1 kg വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് കരിങ്കല്ലില്ലേ അത് അതിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ ഏകദേശം 2 kg അടുത്ത് ആ ബോട്ടിലിന് വെയിറ്റ് തരും. എന്നിട്ട് അതെടുത്തിട്ടായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യം കേട്ടോ, അതാണ് നല്ലത്. പിന്നെ കുറേ ഇതെനിക്ക് തോന്നുന്നു കുറേ മുന്നേ ചോദിച്ചാട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഞാൻ അതിലിങ്ങനെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ വെയിറ്റ് ഗെയിൻ ജേണി ആയിരുന്നു. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഒരാൾ, ഞാൻ എങ്ങനെയാണ് പിന്നെ വെയിറ്റ് കുറഞ്ഞത്? വെയിറ്റ് കൂട്ടാൻ ഈസിയാണ് ഗൈസ്. വെയിറ്റ് കൂട്ടാൻ ഒരു പണിയുമില്ല. നമ്മൾ ഒരു സബ്ജക്റ്റ് ഒരു വട്ടം പഠിക്കുമ്പോൾ നമുക്ക് ടഫായിരിക്കും. പക്ഷെ അത് പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി സുഖകരമായിട്ട് വരും. സോ അതുപോലെയായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ്റെ സാധനം. അതായത് ഞാൻ 5 കിലോളം വെയിറ്റ് കൂടിയിട്ട്
ഏകദേശം ഓഗസ്റ്റ് നവംബർ വരെയൊക്കെ ആ വെയിറ്റ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം, അത് കുറേ ഉണ്ട് പറയാം. ആ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. കാരണം വെയിറ്റ് ഗെയിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ അങ്ങനെ വെയിറ്റ് കൂടും. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത്. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് പറയാം, കാരണം കുറേ കാര്യങ്ങളുണ്ട് പറയാം. പിന്നെ ഇതിപ്പോൾ റീസെൻ്റ്ലി ഒരാൾ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. വിശപ്പില്ലായ്മ ഒരു കുറ്റമാണോ എന്ന് വെച്ചാൽ കുറ്റമല്ല ഉണ്ണി. കാരണം നമ്മൾ പലരും മെലിഞ്ഞിരിക്കുന്നതിൻ്റെ റീസൺ വിശപ്പില്ലാത്തതുകൊണ്ടാണ്. വിശപ്പുണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കൂ. ഇനി അഥവാ വിശപ്പുണ്ടെങ്കിലും മടി കാരണം നമ്മൾ കഴിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ വിശപ്പില്ലായ്മയ്ക്ക് ഞാൻ പറയാം, വിശപ്പില്ലായ്മ നിങ്ങൾക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ജസ്റ്റ് നിങ്ങൾ ഒരിക്കലും ഈ വിശപ്പില്ലായ്മ അതേപോലെ തടീൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിക്കാതിരിക്കുക. ഫസ്റ്റ് വൺ. സെക്കൻഡ്, നിങ്ങൾ ആയുർവേദമായിട്ട് പോവുക. അതായിരിക്കും നമ്മുടെ ശരീരത്തിനും നമുക്കും നല്ലത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആയുർവേദത്തിൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് കഷായം, അരിഷ്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. എനിക്ക് എന്ത് ചെയ്യുന്നു, ദഹനമില്ലായ്മയ്ക്ക് തന്നിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കാണിച്ച ടൈമിൽ അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ മുന്നത്തെ മാസം മെയ് മാസം ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിരുന്നല്ലോ വെയിറ്റ് ഗെയിൻ്റെ. ഒരു മിനിറ്റ്, ലോങ് വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് ആ ടൈമിൽ ഞാൻ ചവണപ്രാവശ്യം കഴിച്ചിരുന്നു. അതായത് എനിക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഖ്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞു ചവണപ്രാവശ്യം നല്ലതാണ്, നെല്ലിക്കേൻ്റെയാണെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചു, കഴിച്ചു. എനിക്കൊരു മാറ്റം ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് വിശപ്പ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല കേട്ടോ. അത് കഴിച്ചിട്ട് എന്തോ കഴിക്കുമ്പോൾ വയറിനൊരു സുഖമുണ്ട്. വയറിളകി പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നോർമലായിട്ടുള്ള ഇതൊക്കെ എനിക്ക് തോന്നുള്ളൂ. അത് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. അത് ഞാൻ ഏകദേശം 3 ആഴ്ചയോളം കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരാഴ്ച അത് കഴിക്കാതെ നിന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, സോ അത് ഞാൻ ഫോളോ ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അത് വിശപ്പിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. ഞാൻ യൂസ് ചെയ്ത ട്രിക്കാണ്. പിന്നെ ഞാൻ ഇപ്പം പറയുന്ന ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇത് എൻ്റെ മാത്രം കാര്യമാണ്. എൻ്റെ മാത്രം ഫീച്ചേഴ്സും ബോഡി ടൈപ്പും ഒക്കെ ഇതാക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഇതെല്ലാവർക്കും വർക്കാവണം നിർബന്ധമില്ല. ഇനി എന്താണെങ്കിലും ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വെയിറ്റ് ഗെയിൻ ചെയ്യാം. കാരണം അത് നമ്മൾ ചാടി കുറേ ഫുഡ് വാരി വലിച്ച് കഴിച്ചിട്ട് തടിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. നമ്മൾ ഇപ്പോൾ തൈറോയിഡ് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർ തടിക്കുന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേര് ഐശ്വര്യ എന്ന് തന്നെയാണ്. ആൾ PG കഴിഞ്ഞ, പക്ഷെ കണ്ട ഇനിങ്ങാടി ചെറുതാ, ഭയങ്കര മെലിഞ്ഞിട്ടാ. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൾ ഫുഡ് നന്നായിട്ട് കഴിക്കട്ടെ, എനിങ്ങാടി കഴിക്കുന്നുണ്ട്, പക്ഷെ തടിയില്ല. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചാൽ നീ എത്ര ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ഒന്ന് തടിക്കാത്ത? അപ്പം അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് തൈറോയിഡ് ഉണ്ട്, അതുകൊണ്ട് അവൾ കഴിക്കാത്ത. വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് വൈഷ്ണ. അങ്ങനെ ഫുഡൊന്നും കഴിക്കൂല, കഴിക്കും നോർമലി കഴിക്കുന്ന പോലെ. പക്ഷെ അവൾക്ക് ഭയങ്കര തടിയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഭയങ്കര ബോറില്ലാത്ത തടിയായിരുന്നു, പക്ഷെ നല്ല തടി ഉണ്ടായിരുന്നു. ഹൈറ്റ് ഇല്ലാതെ തടിച്ചിട്ട് നല്ല ഗുണ്ടുമണിക്കുട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് PCOD ആയിരുന്നു. പറയുമ്പോൾ അവൾ ഞാൻ കഴിക്കുന്ന അത്രയൊക്കെ കഴിക്കാറുള്ളൂ, പക്ഷെ അവൾക്ക് PCOD ആയതുകൊണ്ട് അവൾ തടിക്കുന്നു. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. പിന്നെ അത് തന്നെ ചോദിച്ചാണ്, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവുണ്ട്, പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അതെന്താ വെച്ചാലേ, എനിക്ക് തോന്നുന്നത് എന്നോട് ഡോക്ടേഴ്സ് പലപ്പോഴും പറഞ്ഞ കാര്യം, ഞാൻ പറയും കുറച്ച് തിന്നാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ ഡയറ്റ് പ്ലാനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ. ചോറൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ, അതായത് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാതെ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ കുറച്ച് കൂടുതലാക്കിയെന്ന്. മനസ്സിലായോ? അതായത്
ഉച്ചയ്ക്ക് ഒരു കിണ്ണം ചോറ് തിന്നണേ പകരം ഞാൻ നോർമലി കഴിക്കുന്ന ചോറ് അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഫുഡ്, അങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. എനിക്കങ്ങനെ ചോറൊന്നും അങ്ങനെ കുറേ കഴിക്കാൻ പറ്റില്ലായിരുന്നു. ചോറ് എന്നല്ല ഒന്നും. പലരും പറയും വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പം നമ്മൾ ഫുഡിൻ്റെ ഓരോ ദിവസം കഴിയും തോറും ഫുഡിൻ്റെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷേ ഞാൻ വിശപ്പില്ലാത്ത ആൾക്കാരോട് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റത്തെ 3 ദിവസം കേട്ടോ, 3 ദിവസം മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കുറച്ച് റിസൾട്ട് കിട്ടിയ സാധനം കേട്ടോ. അതായത് നിങ്ങൾ 3 ഇഡലി കഴിക്കുക വിചാരിക്കുക, രാവിലെ എണീച്ച് നിങ്ങൾ 2 ഇഡലി കഴിക്കാം. പിന്നെ ഇത് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം 3 ഇഡലി കഴിക്കുക വിചാരിക്കും, അത് നിങ്ങൾ 2ആക്കി ചുരുക്കുക. അപ്പം നമ്മുടെ വയറ് പൊതുവെ നമുക്കൊരു എണ്ണ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ വയറ് നോക്കുമ്പോൾ 2 ഇഡലി കിട്ടിയിട്ടുള്ളൂ, 1 ഇഡലി മിസ്സിങ് ആണ്. അപ്പോൾ വയറെന്ത് ചെയ്യും, ആ 2 ഇഡലീൻ്റെ പ്രോസസ്സൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെയ്യും. അതായത് എനർജി കൊടുക്കാനുള്ളടത്ത് എനർജി കൊടുക്കും, ചിന്തിക്കാനുള്ളടത്ത് അത് കൊടുക്കും, ഇത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ആ 2 ഇഡലീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പോൾ വയറിന് കുറച്ച് നേരത്തെ വിശക്കും. അപ്പോൾ വിശന്നിട്ട് വയറ് ചോദിക്കും, എവിടെ എൻ്റെ ബാക്കി ഇഡലി? അതായത് 3 ഇഡലി 2 ഇഡലിയിൽ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 1 ഇഡലി എവിടെയെന്ന്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ കഴിക്കുമ്പം 1 ഇഡലിയിൽ കഴിക്കണ്ടേ, അതിൻ്റെ കൂടെ ഒന്നും കൂടി കഴിക്കുക, 2 ആക്കുക. അപ്പോൾ അടിപൊളി, 2 കിട്ടിയല്ലോ. വിശപ്പിൻ്റെ കൂടെ 2 കഴിച്ചൊന്നും ആവൂല. അപ്പോൾ നമുക്ക് 2 ഇഡലി സുഖസുന്ദരമായിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് അതേപോലെ. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് അധികം കഴിക്കാൻ പറയും കേട്ടോ. പിന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യാം, ജസ്റ്റ് എനിക്ക് വിശക്കുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് ഇതാക്കുക. കാരണം നമ്മുടെ മനസ്സും പറയുന്നത് നമ്മുടെ ബോഡി കേൾക്കും. അതേപോലെ നമ്മൾ പറയില്ല കണ്ടതേ വിശ്വസിക്കുമെന്ന്, ശരിക്കും റിയാലിറ്റിയാണ് അത്. കാരണം അത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലോജിക്കലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം ചോറിടുക, അപ്പോൾ നമ്മൾ ആ പാത്രത്തെ അപേക്ഷിക്കുമ്പോൾ ഇതൊന്ന് കുറച്ച് ചോറ് എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മുടെ മനസ്സും പറയും കുറച്ച് ചോറല്ലേ ഉള്ളൂ, നമ്മളത് കഴിക്കും. നേരെ മറിച്ചിട്ട് അത്രയും ചോറ് ഒരു കുഞ്ഞു പാത്രത്തിലിട്ട് ഇത് കുറേ ചോറുണ്ടല്ലോ, ഇതെങ്ങനെ കഴിക്കും എന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ ആ ഫുഡ് ഫുള്ളും കഴിക്കില്ല. അപ്പം നമ്മുടെ മനസ്സിനൊന്ന് ഇതാക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഓൾറെഡി ലെങ്ത് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും കമൻറ്റ്സ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് വേറെ പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞത് ഫുള്ളും എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.